വലിയ ആശങ്കയിലാണ് അമേരിക്ക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധിയായിട്ടുള്ള ആണവ പരീക്ഷണങ്ങൾ നവാദ മരുഭൂമിയിൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി എന്നാണ് പല ഇൻ്റർനാഷണൽ മീഡിയാസും പുറത്തു നൽകുന്ന വിവരങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഈ അമേരിക്ക ഇറാൻ യുദ്ധം ഒരു ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണോ? ഇറാൻ അമേരിക്ക സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. കാരണം ഒരു സാധാരണ ഈ മിസൈലും ഡ്രോണും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം നിങ്ങൾ നോക്കിയ റഷ്യ യുക്രൈനുമായി നടക്കുന്ന യുദ്ധം വർഷങ്ങൾ കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. റഷ്യ കുറെ ഭൂമി പിടിച്ചെടുത്തു. ഉക്രൈൻ്റെ ഏതാണ്ട് 20-25% ഭൂമി റഷ്യയുടെ കയ്യില. പക്ഷെ യുദ്ധം നിന്നിട്ടില്ല. അപ്പോ അതേ രീതിയിൽ ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് അമേരിക്കയ്ക്ക് പറ്റത്തില്ല. കാരണം റഷ്യയെ സംബന്ധിച്ച് അത് അതിർത്തിയിലുള്ള രാജ്യമാണ്. അപ്പോഴേ അണ്വായുധം പ്രയോഗിച്ച് പെട്ടെന്നൊരു ഫലം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കയുടെ ആണവ പരീക്ഷണ വേദിയായ നവാദ മരുഭൂമിയിലെ ആ പ്രദേശത്തു നിന്നും അസാധാരണമായ ഭൂചലനങ്ങൾ റെക്കോർഡ് ചെയ്തതായിട്ട് US ജിയോളജിക്കൽ ഏജൻസി തന്നെ പുറത്തുവിട്ട വിവരങ്ങളുണ്ട്. അതായത് 16 തവണ ഭൂചലനങ്ങൾ, ചെറിയ ചെറിയ ഭൂചലനങ്ങൾ, ട്രെമറുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആണവ പരീക്ഷണം നടത്തുന്ന നവാദ മരുഭൂമിയുടെ ഏരിയ 52 എന്ന ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്നാണ് ഈ സിസ്മിക് ആക്ടിവിറ്റീസ് മുഴുവൻ അവിടെയാണ് നടക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് എന്നുള്ള സൂചനകളാണ് അതിൽ നിന്നും പുറത്തേക്ക് വന്നത്. അതാണ് ഇപ്പോൾ ലോകത്തിനെ പേടിപ്പിക്കുന്നത്. ഈ സിസ്മിക് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ കൺട്രോൾഡ് ഫിഷനാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. കാരണം ഈ ഭൂചലനങ്ങളുടെ ഒക്കെ തീവ്രത സിസ്മോഗ്രാഫിൽ 1 മുതൽ 1.9 വരെ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചെറിയ ചെറിയ ഭൂചലനങ്ങൾ. പക്ഷെ ഈ കഴിഞ്ഞ ഞായറാഴ്ച റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയ ഒരു ആക്ടിവിറ്റി, ഭൂചലനവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ നിരന്തരമായിട്ട് ഈ 2 ആഴ്ച കൊണ്ട് മാത്രം ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയിലെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കാനുള്ളൊരു സാധ്യത ജിയോളജിസ്റ്റുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവിടെ അണുപരീക്ഷണങ്ങൾ അമേരിക്ക തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇതിനിടയ്ക്ക് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് അമേരിക്കൻ വിദഗ്ധര് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് അമേരിക്കൻ വിദഗ്ധരെന്ന് ഞാൻ പറയുന്നത്, ഇറാനുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തുന്ന അമേരിക്കയുടെ പ്രതിനിധിയുണ്ട്, സ്റ്റീവ് വിറ്റ്കോഫ്. അദ്ദേഹവും ട്രംപിന്റെ മകളുടെ ഭർത്താവ് ജാരഡ് കുഷ്ണർ, ഇവർ രണ്ടുപേരും കൂടാണ് ഇപ്പോൾ ഇറാനും ആയിട്ട് ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതില് ജാരഡ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റീവ് വിറ്റ്കോഫ് CNN കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, 2 ആഴ്ച കൊണ്ട് ഇറാന് വേണമെങ്കിൽ ഒരു അണ്വായുധം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഒരു ന്യൂക്ലിയർ ബോംബ്. ഈ ഒരു ന്യൂക്ലിയർ ബോംബ് 2 ആഴ്ച കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതായത് അതൊരു ക്രൂഡ് വെപ്പൺ ആയിക്കൊള്ളട്ടെ, ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ ബോംബ് ഇസ്രായേൽ പോലൊരു രാജ്യത്തിൽ കൊണ്ടിടാൻ ഇറാന് പറ്റിയാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ വലിയൊരു ഭാഗം, ഏതാണ്ട് ഇസ്രായേൽ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെയൊക്കെ ഇല്ലാതാക്കാൻ ഒരു 2 അണുബോംബ് മതിയാകും. കൺവെൻഷണൽ അണുബോംബ് 2 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ പോലൊരു രാജ്യമൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും. അപ്പൊ ആ ഒരു സാഹചര്യം ഇനി അതോ ഇത് അമേരിക്ക പറയുന്ന കള്ളമാണോ? ഈ പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ച് പിന്നീട് അതിനെ തല്ലിക്കൊല്ലുന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രമാണോ അമേരിക്ക പ്രയോഗിക്കുന്നത്? അതായത് ഇറാന്റെ കൈവശം അണ്വായുധം ഉണ്ട് എന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്ക പറയാൻ പോകും. അങ്ങനെ പറഞ്ഞിട്ട് ആ അണ്വായുധം ഇറാൻ പ്രയോഗിക്കുന്നതിന് മുമ്പ് അമേരിക്ക ഒരു അണ്വായുധം ഇറാനിൽ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റഷ്യ യുക്രൈനിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ 2 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഒരിക്കലും അമേരിക്കയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ട്രംപ് അതോടുകൂടി താഴെ വീഴും. ഈ യുദ്ധം എൻ്റെ ഒരു വിലയിരുത്തൽ 2 മാസം കൊണ്ട്, ഏറ്റവും കൂടിയത് 2 മാസം കൊണ്ട്, അതിനപ്പുറത്തേക്ക് നീണ്ടാൽ, ട്രംപ് പറയുന്നത് 4 ആഴ്ച എന്നാണ്, ഞാൻ ഒരു ഗ്രേസ് പീരീഡ് ആയിട്ട് വേറൊരു 4 ആഴ്ചയും കൂടെ കൊടുക്കുകയാണ്. അങ്ങനെ
2 മാസം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ ട്രംപ് മുഖം രക്ഷിച്ചു പോകും. അതല്ലെങ്കിൽ ട്രംപിന് മുഖം നഷ്ടപ്പെടും. അങ്ങനെ മുഖം നഷ്ടപ്പെട്ട ട്രംപ് പിന്നെ എന്താണ് ഈ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇമ്രാൻഖാനേക്കാൾ കഷ്ടത്തിലാകും. പഴയ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കഷ്ടത്തിലാകും അദ്ദേഹത്തിന്റെ അവസ്ഥ. അപ്പൊ അദ്ദേഹം ഇവിടെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അന്നേരം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അണ്വായുധം പ്രയോഗിക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അണ്വായുധം പ്രയോഗിക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ഈ പിന്നെ അപ്പൊ അമേരിക്കയുടെ ഇപ്പം ചിലരൊക്കെ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നൂറുകണക്കിന് അണ്വായുധ പോർമുനകൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അമേരിക്ക ഇപ്പം ഈ വീണ്ടും പരീക്ഷണം നടത്തുന്നത്? കാര്യമുണ്ട്. അതായത് ഈ അണ്വായുധ ടെക്നോളജി എപ്പോഴും അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ നമ്മുടെ കൈവശമുള്ള ആയുധം അത് എപ്പോഴും ഫിസൈൽ മെറ്റീരിയലുമായിട്ട് മേറ്റ് ചെയ്തിട്ടല്ല ഈ ബോംബുകളൊന്നും സൂക്ഷിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഒരു അണുബോംബും ഇതുവരെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചിട്ടില്ല? ലോകത്ത് ഏത് കാര്യത്തിനും അബദ്ധം സംഭവിക്കും. റോക്കറ്റ് മേളോട്ട് വിട്ടാൽ, നാസ മേളോട്ട് വിട്ടാലും, സ്പേസ് എക്സ് വിട്ടാലും, ചൈന വിട്ടാലും, റഷ്യ ഗ്ലാവ് കോസ്മോസ് വിട്ടാലും, ISRO വിട്ടാലും ഒക്കെ ചിലതൊക്കെ പൊട്ടിത്തെറിക്കും. പക്ഷെ ഇതുവരെ ഒരു അണ്വായുധവും പൊട്ടിത്തെറിച്ചിട്ടില്ല. അതിന്റെ കാര്യം വളരെ ലളിതമാണ്. ഈ പിന്നെ ഫിസൈൽ ഡിറ്റണേറ്ററും ഫിസൈൽ മെറ്റീരിയലും ഒക്കെ വെവ്വേറെയാണ് സൂക്ഷിക്കുന്നത്. അത് കാരണം തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇത് പ്രയോഗിച്ചാൽ ഇത് ഫലം ഉണ്ടാകുമോ എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണം നടത്തണം. ആ റിസൾട്ടുകൾ സിമുലേറ്ററിലൂടെ കൃത്യമായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും പാകപ്പിഴകളുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ അതിനുള്ള ഒരു വലിയ ശ്രമം, അതായത് ഒരു ചെറിയ ബോംബ് അവിടെ ഇടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് ഇറാന്റെ ഒരു പിന്നെ സൈനിക കേന്ദ്രത്തിലോ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ പിന്നെ ബോംബെന്ന് പറയുന്നത് അവിടെ ഇടാൻ സാധ്യതയുണ്ട്. ഇനി ഇറാന് സ്വന്തമായിട്ട് പെട്ടെന്ന് ബോംബ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അത് ചിലപ്പോൾ പൊട്ടണമെന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമുണ്ട്. കാരണം ഒരു അണുപരീക്ഷണം നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അമേരിക്കയുടെ പോലൊരു പരീക്ഷണം നവാദ പോലൊരു സ്ഥലത്ത് നടത്താനുള്ള ഒരു സാഹചര്യം ഇറാനില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ പരത്തുന്ന അതിന് ഡർട്ടി ബോംബ് എന്ന് പറഞ്ഞൊരു ബോംബുണ്ട്. അത് ന്യൂക്ലിയർ സ്ഫോടനം നടത്തത്തില്ല, പക്ഷേ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ പല പ്രദേശത്തേക്കും ചിന്നിച്ചിതറിക്കും. അങ്ങനെ റേഡിയോ ആക്ടിവിറ്റി പല സ്ഥലത്തും ഉണ്ടാകും. അതിന് ഡർട്ടി ബോംബ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ഡർട്ടി ബോംബ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇറാനുണ്ട്. അത്രയ്ക്കുള്ള ടെക്നോളജിയൊക്കെ അവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡർട്ടി ബോംബ് ഉണ്ടാക്കി തൊട്ടടുത്ത ദുബായിലോ അല്ലെങ്കിൽ അബുദാബിയിലോ ഒക്കെ കൊണ്ടിട്ടാൽ അത് ഇടരുതെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ ചില പ്രവൃത്തികൾ നോക്കുമ്പോൾ യുദ്ധം അണ്വായുധ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ ആണെങ്കിൽ അത് ഏതാണ്ട് ഒരു ലോകമഹായുദ്ധം എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അത് അങ്ങനെ ഇപ്പോൾ അമേരിക്ക ഇറാനിൽ ഒരു അണ്വായുധം പ്രയോഗിച്ചാൽ റഷ്യക്ക് അതൊരു പിന്നെ എന്താണ് ഉദാഹരണമായിട്ട് എടുത്ത് റഷ്യയും ഒരു ചെറിയ ബോംബ് യുക്രൈനിൽ കൊണ്ടിടാനുള്ള ഒരു പ്രലോഭനം റഷ്യക്കും ഉണ്ടാകും. പക്ഷെ റഷ്യ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കാരണം റഷ്യയുടെ ലക്ഷ്യം അതല്ല. യുക്രൈൻ്റെ ഡോൺബാസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക പ്രദേശം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം. നമുക്കിപ്പം നമ്മുടെ ലക്ഷ്യം അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഈ യുദ്ധം നീളുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ അണ്വായുധ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എത്തില്ലയോ എന്നുള്ളതിൻ്റെ ഒരു അതിൻ്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ അത് നമുക്ക് ഊഹിക്കാനുള്ള ഒരു കാരണം. യുദ്ധം നീണ്ടുപോയാൽ തീർച്ചയായിട്ടും അണ്വായുധ യുദ്ധം തന്നെ സംഭവിച്ചാൽ അതിശയിക്കാനില്ല. ഞാൻ സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ജ്യോതിഷനോ ദൈവമോ ഒന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ ഇവിടെയുണ്ട്. കാരണം ഇറാന് പിന്നെ ഇപ്പം അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി, ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല, അവരുടെ കൈവശവും അത്യാവശ്യം ആയുധങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ 2 ആഴ്ചയായിട്ട് അമേരിക്ക നവാദയിൽ സംഭവിക്കുന്ന ഭൂമിയിൽ ഭൂചലനങ്ങൾ, ചെറിയ ചെറിയ ഭൂചലനങ്ങൾ, അതിനൊന്നും കൃത്യമായ ഒരു ശാസ്ത്രീയ വിശദീകരണം ഇല്ലാത്തത് കാരണം
ഇത് നമ്മുടെ ആരുടെ അഭിപ്രായമല്ല, അമേരിക്കയുടെ തന്നെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായമാണ്. അത് കാരണം അവിടെ ഒരു അണ്വായുധ പിന്നെ ആക്ടിവിറ്റി നടക്കുന്നതായിട്ട് ന്യായമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശരി, അണുയുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധം തന്നെ അതിൻ്റെ ഒരു തുടക്കമാണോ? മുൻ റഷ്യൻ പ്രസിഡന്റായ മെദ്വദേവ് ഈ കഴിഞ്ഞ ദിവസം ഇത് മൂന്നാം ലോക മഹായുദ്ധമായിട്ട് മാറും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം. യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, പ്രത്യേകിച്ചും അണ്വായുധ യുദ്ധം, ന്യൂക്ലിയർ യുദ്ധം ഇന്ത്യയെ പോലും സാധ്യതയുണ്ട്. ചിലപ്പോൾ സമുദ്രത്തിൽ സുനാമി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.